CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ്ടും ഇഡിയുടെ പരിശോധന. കോഴിക്കോട് മാത്രം 8 ഇടത്താണ് ഇഡിയുടെ റെയ്ഡ്. വീണ ടിയും മുഹമ്മദ് റിയാസിന്റെയും സുഹൃത്തുക്കളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. വീണയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചും പരിശോധനയുണ്ട്. റിയാസിന്റെ സുഹൃത്ത് പി നിഖിലിനെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. നിഖിലിന്റെ സോളസ് എന്ന കമ്പനിയിലും വെസ്റ്റിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി നന്ദുലാലിന്റെ വീട്ടിലും പന്തിരങ്കാവിലെ ക്യാപിറ്റൽ മാർബിൾസ് എന്ന സ്ഥാപനത്തിലും ഇഡി റെയ്ഡ് നടത്തുകയാണ്. ഇഡി പരിശോധനയ്ക്കിടെ CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് നിഖിലിന്റെ ഫ്ളാറ്റിലും എത്തി. അപ്പോൾ ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും, അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അല്ല, അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞു. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെല്ലാം ഓലോട് ചോദിക്കുക. നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അല്ല, നിഖിലിനോട് ഞങ്ങൾ സംസാരിച്ചു. നിഖിൽ അവരെ കസ്റ്റഡിയിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിഖിലിൻ്റെ അവിടെയുള്ള കടലാസും കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചോട്ടെ. കസ്റ്റഡി എടുത്തൊന്നുമില്ലല്ലോ. അതിനെ സംബന്ധിച്ച് അതിൻ്റെ വിവരങ്ങളൊന്നും പൂർണ്ണമായിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വന്നതാണ്. ഇപ്പോൾ നിഖിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഇവിടെ ഇപ്പം നടന്നിരിക്കുന്ന റെയ്ഡ് 100% രാഷ്ട്രീയ പ്രേരിതമാണ്. മറ്റാർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഞങ്ങളിതിനെ വളരെ ശക്തമായി രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഇതിനെ നേരിടും. SS ശരണും AK അഭിലാഷും വിവരങ്ങളുമായി. ആദ്യം ശരണിലേക്കാണ്. ശരൺ, ഇപ്പോൾ ഇഡിയുടെ നീക്കം ഏത് തരത്തിലേക്കാണ്? ഇപ്പോൾ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയ നമ്പറുകൾ, പേരുകൾ എന്നതാണോ ഇപ്പോൾ റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് എത്താനുള്ള കാരണം? ഇപ്പോൾ 8 ഇടത്ത് ഒരേ സമയം കോഴിക്കോട് റെയ്ഡ് നടക്കുന്നതിലെ കൃത്യമായ ഇഡിയുടെ നീക്കത്തെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, ഇപ്പോഴത്തെ ഈ പരിശോധനയിലേക്ക് നയിച്ച സാഹചര്യമെന്ന് പറയുന്നത് മെയ് 27 നടന്ന റെയ്ഡാണ്. അതായത് മെയ് 27 കേരളത്തിന് അകത്തും പുറത്തുമായിട്ട് 12 ഇടങ്ങളിൽ ഇഡിയുടെ ഭാഗത്തു നിന്ന് റെയ്ഡ് ഉണ്ടായിരുന്നു. അന്ന് റെയ്ഡ് നടന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയിരുന്നത് ഈ വീണ ടിയുടെയും തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയാണ്. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഇഡിക്ക് ഒരു ഡയറി ലഭിക്കുന്നു. ആ ഡയറിയിൽ ചില പേരുകളുണ്ടായിരുന്നു. അതായത് നിഖിൽ, നന്ദുലാൽ, ഷൈജൽ, ഫൈജാസ്, വാരിസ് എന്നടക്കമുള്ള എഴുതിയ 6-7 പേരുകളുണ്ടായിരുന്നു. ആ പേരുകൾ ആരുടേതാണ്, ഇതാരാണെന്ന് ഇഡി ഉദ്യോഗസ്ഥർ വീണയോട് ചോദിച്ചപ്പോഴാണ് ഇത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളാണെന്നുള്ളത് വീണ പറയുന്നത്. പിന്നീടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളും വീണ ടിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ അന്ന് ഈ ഡയറിയിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചതായി കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് റിയാസുമായിട്ട് വളരെ അടുപ്പം വച്ചു പുലർത്തുന്ന 2 പേരാണ് നിഖിൽ, നന്ദുലാൽ എന്നിവർ. ഇവർക്ക് ഏതൊക്കെ രീതിയിൽ, അതായത് നേരത്തെ തന്നെ ഇഡി പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2.78 കോടി രൂപയാണ് സേവനമൊന്നും തന്നെ നൽകാതെ വീണ ടിയുടെ സ്ഥാപനമായ എക്സാലോജിക്ക CMR നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത്. അങ്ങനെ ലഭിച്ച പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് പരിശോധന നടക്കുന്നത്. അപ്പോൾ തന്നെ ഈ പണം ഈ നിഖിലിന്റെയും നന്ദുല അടക്കമുള്ളവരുടെ പക്കലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ തന്നെ നിഖിലിന്റെ ഒരു പരസ്യ കമ്പനിയുണ്ട്. ആ പരസ്യ കമ്പനിയിലേക്ക് പണം എത്തിയെന്നുള്ള സംശയമടക്കമാണ് ഇഡിക്കുള്ളത്. അതിൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകളാണ് നിലവിൽ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇഡി കണ്ടെത്തിയിരുന്ന മറ്റൊരു കാര്യം, വീണയ്ക്ക് ഒരു കമ്പനി മാത്രമല്ല, എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന ഒരു കമ്പനി മാത്രമല്ല, മറ്റൊരു കമ്പനിയിൽ പാർട്ട്ണർ കൂടിയാണ് വീണ എന്നുള്ളതാണ്. അത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 16.5 ലക്ഷം രൂപ ഇഡി നേരത്തെ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ കൂടിയാണ് കോഴിക്കോട് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പരിശോധനകൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർക്ക് സമൻസ് നൽകും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. പിന്നീട് ഈ പണം, അതായത് വീണ കൈപ്പറ്റിയ പണമാണോ ഇവിടേക്ക് വന്നത് എന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അറ്റാച്ച് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇഡി നീങ്ങുകയും ചെയ്യും. ശരി, അഭിലാഷ്, ഇപ്പോൾ എത്ര നേരമായി ഇപ്പോൾ റെയ്ഡുകൾ നടക്കുന്നു? മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. നിഖിലിന്റെ മൊഴിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. എത്ര നേരം ഈ മൊഴിയെടുക്കലും നടപടികളും നീളുന്നു? എത്ര നേരമായി? കോഴിക്കോട്ടെ വിവിധയിടങ്ങളിലായി 8 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെയ്ഡ് നടക്കുന്നത് ഞാൻ നിൽക്കുന്ന ഈ കോസ്മോസ് ബാൽക്കെ നായർ റോഡിലെ കോസ്മോസ് എന്ന് പറയുന്ന
ഫ്ലാറ്റിൽ അതായത് 6E എന്ന് പറയുന്ന ആ ഫ്ലാറ്റിലാണ് ഇപ്പോൾ നടക്കുന്നത്. 8 മണിയോട് കൂടിയാണ് നിഖിലിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ശരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ ടിയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച പേരുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഇതിൽ പ്രധാനമായും നിഖിലിനെയും അതോടൊപ്പം തന്നെ നന്ദുലാൽ എന്ന് പറയുന്ന മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവിൻ്റെയും വീട്ടിലാണ്. ഈ വീടുകൾ കേന്ദ്രീകരിച്ച് 6 മണി മുതൽ തന്നെ പരിശോധന നടത്തുന്നു. ഏതായാലും ആ പരിശോധനയിൽ പ്രധാനപ്പെട്ട രേഖകൾ തന്നെയാണ് അവർ കാണുകയും ചെയ്തത്. ഇന്നിപ്പോൾ CPM ജില്ലാ സെക്രട്ടറി തന്നെ ഇവിടേക്ക് എത്തുകയും ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരിശോധനയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് P. നിഖിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ നിയമപരമായും സഹായം നൽകും, അത് ആ രീതിയിൽ തന്നെ നേരിടുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്തു. നമുക്കറിയാം, നേരത്തെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്ന സമയത്ത് CPM നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ CPM ജില്ലാ സെക്രട്ടറി അടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ നിഖിലുമായി സംസാരിച്ചു എന്നടക്കം അവർ പറയുന്നുണ്ട്. ഏതായാലും നിഖിലിനെ ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിഖിലിന്റെ ഭാര്യയെ കൂടി ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരെയും ചോദ്യം ചെയ്യുകയാണ്. ഏതാണ്ട് 8 മണി മുതലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടക്കുന്നു. പല രേഖകളും ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരസ്യ കമ്പനിയുണ്ട് സോളസ്, ആ സ്ഥലത്തും പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിന്റെ മറ്റു സുഹൃത്തുക്കളിലും അതോടൊപ്പം തന്നെ നിഖിലിന്റെ മറ്റു സുഹൃത്തുക്കളുടെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. കോഴിക്കോട് മാത്രം ഇപ്പോൾ 8 ഇടങ്ങളിലായിട്ടാണ് പരിശോധനകൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. സ്മൃതി. ശരി, AK അഭിലാഷും ഒപ്പം തന്നെ ശരണുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ EDയുടെ അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതെന്നാണ്. കോഴിക്കോട് 8 ഇടത്ത് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ചോദ്യം ചെയ്യലും